തൃശൂർ മാളയിൽ 6 വയസ്സുകാരനെ പ്രതി ജോജോ ഇല്ലാതാക്കിയത് അതിക്രൂരമായി. ചാമ്പയ്ക്ക നൽകാമെന്ന് പറഞ്ഞ് കുളക്കരയിൽ കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കി. വീട്ടിൽ പറയുമെന്ന് പറഞ്ഞതിന്റെ വൈരാഗ്യത്തിൽ കുളത്തിലേക്ക് തള്ളിയിട്ടു. 2 തവണ കയറി വരാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും തള്ളിയിട്ടെന്നും മൊഴി. കുളക്കരയിലെ തെളിവെടുപ്പിൽ യാതൊരു കൂസലുമില്ലാതെ പ്രതി ക്രൂരകൃത്യത്തെക്കുറിച്ച് വിവരിച്ചു. നാട്ടുകാരുടെ വലിയ രോഷത്തിനും പ്രതിഷേധത്തിനും ഇടയായിരുന്നു തെളിവെടുപ്പ്. ഇവനൊക്കെ എന്താ ചെയ്യണ്ടേ? നമ്മുടെ നാട്ടിൽ ഓരോ ദിവസം കൂടുമ്പോഴും ഓരോ തര കുറ്റകൃത്യങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തന്മാർ. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ നല്ലൊരു ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നല്ല ശിക്ഷ കൊടുക്കാനൊരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഇനി ഇങ്ങനെയുള്ളവനെ പിടിച്ചു കഴിഞ്ഞാലോ ഇവനൊക്കെ സുഖജീവിതം. അന്ന് ഇവനെയൊക്കെ തീറ്റി പോറ്റി കൊഴുപ്പിച്ച് പിന്നെ ഒരു കുറച്ച് നാൾ കഴിയുമ്പം പുറത്തിറക്കി വിടും. അവൻ്റെ നല്ലതായിട്ട് ഞാൻ പിന്നെയും ജീവിക്കും, പിന്നെയും ഓരോന്നും ചെയ്യും. എന്താണ് നമ്മുടെ നാട്ടിൽ നിയമം എന്ന് പറയുന്നത്? ഞാൻ പറയുന്നൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലെ നിയമം വെറും വേസ്റ്റാണ്. വേറൊരു നാട്ടിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം അതോടെ തീർന്നു. ഇപ്പം നിയമം തോക്കുന്നിടത്ത് നമ്മുടെ ഓരോ പൗരനും നിയമം നടപ്പാക്കണമെന്നാണ് ഞാനീ പറയുന്നത്. പിന്നെ എന്തിനാ കോടതി? നമ്മൾ കോടതിയെ വിശ്വസിക്കുന്നത്, നല്ലൊരു നിയമം നടപ്പാക്കി തരുന്ന ഒരു വിശ്വാസം നമ്മൾ കോടതി വിശ്വസിക്കുന്നത്. ഈ കോടതി തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവനെ നമ്മുടെ നികുതിപ്പണം കൊണ്ട്, നമ്മൾ കഷ്ടപ്പെടുന്ന നികുതിപ്പണം കൊണ്ട് ഇവന് ചിക്കനും മട്ടനും മീനും ബീഫും എല്ലാം മേടിച്ച് കൊടുത്ത് കൊഴുപ്പിച്ച് ഇറക്കി വിടുക. അടുത്ത ആൾക്കാരെ കൊല്ലാൻ വേണ്ടി. കണ്ടോ? ഇതൊരു പിഞ്ചു കുഞ്ഞാണ്. നാലോചിച്ച് നോക്കിയേ. ആർക്ക് നഷ്ടം? അപ്പനും അമ്മയ്ക്കും പിന്നെ ആ കുഞ്ഞിൻ്റെ വീട്ടിലുള്ളവർക്കും. ഇതൊക്കെയാണ് നഷ്ടം. ഇതൊരു വാർത്തയാണ്. 2 ദിവസം കഴിയുമ്പോൾ ഈ വാർത്തയുടെ ചൂടങ്ങ് പോകും. ആർക്ക് പോയി? നമ്മൾ ജനങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇങ്ങനെയുള്ള നരഹത്യ ചെയ്യുന്നമാരെ നിയമത്തിന് മുമ്പിലല്ല, ഈ ഭൂമിയിൽ വെച്ചേക്കല്ലേ.